എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ സിനിമയിൽ തന്നെ 2025 ജനുവരി മാസത്തിൽ ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ടോപ്പ് 10-ൽ ഒരു മലയാള സിനിമയ്ക്ക് മാത്രമാണ് ഇടം നേടാൻ സാധിച്ചത്. അതും ഈ മാസം മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും സിനിമകൾ റിലീസിനെത്തുമ്പോൾ പോലും ആ ഒരു നേട്ടം രേഖാചിത്രം എന്ന മലയാള സിനിമയ്ക്ക് മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചത്. ദ പ്രീസ്റ്റ് എന്ന മമ്മൂക്ക ചിത്രത്തിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തി. വേണു കുന്നേപ്പള്ളി നിർമ്മിച്ച ചിത്രമാണ് രേഖാചിത്രം. ചിത്രം നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. രേഖാചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ ഇന്നലെ നടന്നിരുന്നു. ഇന്നും ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് ഇന്ന് രാത്രി നടക്കുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞ പ്രിവ്യൂ ഷോയിൽ നിന്നും ചിത്രത്തെക്കുറിച്ച് പുറത്തു വന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. ഒരു കുറ്റാന്വേഷണ ചിത്രത്തിൽ എന്നും കാണുന്നത് പോലെ, സ്ഥിരം കാണുന്നത് പോലെ കുറെ കൊല, ഒരു സൈക്കോ പ്രതി അയാളെ തേടി പോകുന്ന കഥയല്ല ഇത്. പകരം ചെയ്തത് ആരാണെന്ന് നേരത്തെ തന്നെ ഔട്ട് ചെയ്യും. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതിനെ കുറിച്ച് പുതുമയിലൂടെ കാണിക്കുന്ന ചിത്രമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് മലയാള സിനിമയിൽ ഇന്നേ വരെ കാണിക്കാത്ത ഒരു കുറ്റാന്വേഷണ ചിത്രം. വേണു കുന്നേപ്പള്ളി നിർമ്മിച്ച ചിത്രമായതുകൊണ്ട് തന്നെ ചിത്രത്തിന് കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഓവർസീസിലും മികച്ച റിലീസാണ് നാളെ ചെയ്തു വെച്ചിരിക്കുന്നത്. പ്രിവ്യൂ ഷോകൾക്കെല്ലാം തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേടിയപ്പോൾ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗിലും നല്ല കുതിപ്പ് കാണുന്നുണ്ട്. രേഖാചിത്രം നാളെ ആഗോള ബോക്സ് ഓഫീസിൽ എത്തുമ്പോൾ സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്ന മറ്റൊരു ഘടകമാണ് ചിത്രത്തിൽ മമ്മൂക്കയുടെ അടയാളം എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. ഈ അടുത്ത് തന്നെ പല ഇന്റർവ്യൂയിലും ചിത്രത്തിന്റെ നിർമ്മാതാവും ചിത്രത്തിലെ പ്രധാന നടനുമായ ആസിഫ് അലി വരെ പറഞ്ഞിട്ടുണ്ട്, രേഖാചിത്രം എന്ന സിനിമയിൽ മമ്മൂക്കയുടെ അടയാളം തീർച്ചയായും ഉണ്ട്. പക്ഷെ അത് എങ്ങനെയാണെന്ന് നാളെ തിയേറ്ററിൽ വരുമ്പോൾ മാത്രമേ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുള്ളൂ. എന്തായാലും നാളെ സിനിമയുടെ ആദ്യ ഷോ കഴിയുന്നവരെ നമുക്ക് കാത്തിരിക്കാം. എങ്കിലും ഗംഭീര റിപ്പോർട്ടുകളാണ് ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് നാളെ രേഖാചിത്രം എന്ന സിനിമ കാണാൻ പോകുന്നുണ്ടെന്നത് കൂടി താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.